കോഴിക്കോട് കോർപ്പറേഷനിലെ ചാലപ്പുറം വാർഡ് CMPക്ക് നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം DCCക്ക് മുന്നിൽ തന്നെ പ്രതിഷേധം നടത്തിയ മണ്ഡലം പ്രസിഡന്റ് M. അയ്യൂബ് ഉൾപ്പെടെയുള്ളവർ നമ്മോടൊപ്പം ഉണ്ട്. ഇന്നലെ രാത്രി നൽകും എന്ന് പറഞ്ഞിരുന്നു നേതൃത്വത്തിന്. എന്തെങ്കിലും തീരുമാനത്തിൽ മാറ്റം ഉണ്ടായാലും നമുക്ക് അറിയില്ല. അത് മാത്രമല്ല CMP കൊടുത്തതിൽ മാറ്റമില്ല എന്നാണ് അവർ പറയുന്നത്. എന്താണ് നിങ്ങളുടെ തീരുമാനം? ഇല്ല, ഞങ്ങൾ ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ വേറെ ആവശ്യത്തിന് PM നിയാസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ കാണേണ്ട ആവശ്യമില്ല, നമുക്ക് ചർച്ചകളില്ല, നമ്മൾക്ക് തീരുമാനങ്ങളാണ് വേണ്ടത്. അവർക്ക് കൊടുത്ത സീറ്റ് നമുക്ക് തിരിച്ച് കിട്ടുമോ ഇല്ല എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഈ നിമിഷം വരെ ആ തീരുമാനം വന്നിട്ടില്ല. പിന്നെ ഇന്നലെ രാത്രി വരെയാണ് കട്ട് ഓഫ് ടൈം കൊടുത്തത്. നമ്മൾ കട്ട് ഓഫ് ടൈം കഴിഞ്ഞു. പിന്നെ നമ്മൾ രാജി സ്വീകരിച്ചത് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി എന്താ തുടർ തീരുമാനം? ചാലപ്പുറത്ത് മത്സരിക്കും? അത് കൂടെ നിൽക്കുന്നവരുമായി കൂടി ആലോചിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ്. തുടർ പ്രവർത്തനം വെച്ചാൽ ജനസേവനത്തിന് ഒരിക്കലും ഒരു പാർട്ടിയുടെയും തണൽ ആവശ്യമില്ല. ജനങ്ങളെ സേവിക്കാനുള്ള നല്ലൊരു മനസ്സുണ്ടെങ്കിൽ ഒരു പാർട്ടിൻ്റെ തണൽ വേണ്ട, ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും, പൊതുരംഗത്തുണ്ടാവും. അങ്ങനെ പാർട്ടിയുടെ പുറത്ത് മത്സരിക്കും. മത്സരകാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൂടെ ഇരുന്നുള്ളവർ ആലോചിച്ചിട്ട് ഇത് ഉചിതമായ ഒരു തീരുമാനം എടുക്കും, അതിനെ നിന്ന് കൊടുക്കും. അവരെല്ലാവരും പറയുന്നില്ല, ഇപ്പം ഞാനല്ല, നമ്മൾ കൂടുതൽ വല്ലവരും മത്സരിക്കണമെന്ന് പറയാൻ വെച്ചാൽ അങ്ങനെയാവാം, എങ്ങനെയാവാം. ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും നിങ്ങളുടെ കൂട്ടത്തിൽ? അതും പറയാൻ പറ്റില്ല, അതൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ കടുപ്പിച്ച് പറയാൻ പറ്റില്ല. പ്രസിഡന്റ് പറയുന്ന കാര്യം വെച്ചാൽ ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് മുന്നണി പണിയുടെ ഭാഗമാണ്, എല്ലായിടത്തും കൊടുക്കാറുണ്ട് UDF. അപ്പോൾ അതിനെ എതിർക്കുന്ന ആൾക്കാർ ശരിക്കും പാർട്ടിയോട് കൂറുള്ളവരല്ലെന്നാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, 82 മുതൽ KSUവിലൂടെ വന്ന ഒരാളാണ്. ഞാനിപ്പം നിൽക്കുന്ന പൊസിഷൻ എന്നുള്ള മണ്ഡലം പ്രസിഡന്റാണ്. അപ്പം ഇതിൻ്റെ താഴെയുള്ള ഒരു വാർഡ് കമ്മിറ്റി ഉണ്ട്, അതിനൊരു വാർഡ് പ്രസിഡൻ്റ് ഉണ്ട്. ആ വാർഡ് പ്രസിഡൻ്റെയോ നമ്മളിവിടുത്തെ സ്ട്രാറ്റജി എന്താണ്, ഈ വാർഡിൻ്റെ ജയിക്കുമോ അല്ലെങ്കിൽ വല്ലവർക്കും കൊടുക്കണോ എന്നൊക്കെ ഒരു അന്വേഷണം ഉണ്ട്. 350 വോട്ട് 325 വോട്ട് ചേർത്തിയാളാണ് ഞാൻ. എനിക്ക് ഈ വാർഡിൻ്റെ പൊസിഷൻ എന്താണെന്നറിയാം, ജയിക്കും. പക്ഷേ ഇവരെന്താ നടത്തിയിട്ടില്ല, യാതൊരു കൂടിയാലോചനയില്ല. ഒരു വട്ടമേശ സമ്മേളനം കൂടി അവർ തമ്മിൽ കച്ചവടം നടത്തിയതല്ലാതെ വേറെ ഒന്നുമില്ല. നേതാക്കൾ എടുത്ത തീരുമാനത്തെ അംഗീകരിക്കില്ല. അത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അതെങ്ങനെ അംഗീകരിക്കുക? അതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ലല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ ഈ പൊതുപ്രവർത്തനം നടത്തുന്നത്? ഇപ്പോൾ ഇവിടെയുള്ള ചാലപ്പുറത്തുകാർ എന്നെ അറിയുന്ന കോൺഗ്രസ്സുകാർ ഇഷ്ടം പോലെ ഉണ്ട്. എടോ, നമ്മളെ സീറ്റ് കൊടുത്തിട്ട് നീ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ ഈ സ്ഥാനത്ത് എന്തിനിരിക്കണം? മുന്നണികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റുകൾ കൈമാറുന്നത് പൊതുവായ രീതിയല്ലേ? അത് ശരി, ഏതെങ്കിലും ഒരു കൈവശമുള്ളൊരു സീറ്റ് ഒരു മുന്നണിക്ക് ഇത് കൈവശമുള്ള സീറ്റ് കൊടുത്തായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാം? കൈവശമുള്ള സീറ്റ് കൊടുത്ത് സിറ്റിംഗ് സീറ്റ് കൊടുത്തായിട്ട് നിങ്ങൾക്ക് അറിയാം? ചാലപ്പുറത്തിന്റെ വാർഡ് വിഭജനത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് ഒരു സ്വഭാവം മാറിയില്ലേ? അങ്ങനെ സ്വഭാവം മാറിയെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും അവർക്ക് അറിയാത്തതുകൊണ്ടാ. ഇവിടെ കോൺഗ്രസിന് വോട്ട് കാലങ്ങളായി കുറഞ്ഞിട്ട് എന്താ ഇവിടെ നൂലിലിറക്കി വരുന്ന ഒരു കാൻഡിഡേറ്റാണ് അല്ല. ഇപ്പോൾ പത്മ ആയാലും നിയാസ് ആയാലും ഉഷാദേവി ടീച്ചറായാലും ഇവിടുത്തെ ജനങ്ങളുമായിട്ട് യാതൊരു ഇടപഴകിയ ബന്ധമില്ലാത്ത ആൾ വരുമ്പം ജനങ്ങൾക്ക് നിങ്ങളെ സ്വഭാവം എന്താണെന്ന് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുമോ? അപ്പം ജനങ്ങൾ അതിന് ഇവിടെയുള്ള അറിയപ്പെടുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. ഇവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യം ഈ മറ്റുള്ള മുന്നണികൾ പരീക്ഷതൊക്കെ പ്രാദേശിക സ്ഥാനാർത്ഥികളാണ്. പിന്നെ ആ ഭാഗത്ത് കുറച്ച് കോൺഗ്രസ് വോട്ടുകൾ അധികമുള്ളത് കൊണ്ട് ഇവിടെ ഉള്ള ചാലപ്പുറത്തുള്ള ആളുകൾ മതമോ ജാതിയോ രാഷ്ട്രീയമോ നോക്കില്ല. മത്സരിക്കുന്നതിനുള്ള മുൻഗണന നൽകുന്ന സൂചന തന്നെയാണ് അയ്യൂബും കൂട്ടുകാരും നൽകുന്നത്. ഷബീർ കല്ലീലിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.